മാംസം കഴിക്കുന്ന എത്രയോ രംഗങ്ങൾ രാമായണത്തിൽ. അപ്പോ എവിടെയാണ് ഇനി ആലോചിക്കണം, കർക്കിടക മാസത്തിൽ കഞ്ഞി കുടിച്ച് വായിക്കേണ്ടതാണ് രാമായണം. രാമൻ പോലും നല്ല നോളജ് കഴിച്ചിരുന്ന ആളാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ചരിത്ര സാഹിത്യത്തെ പൊളിറ്റിക്സിന് വേണ്ടി എങ്ങനെ വളച്ചൊടിക്കുന്നു എന്നുള്ളതാണ്. ആരും രാമായണം വായിക്കേണ്ടെന്ന് ഒരിടത്ത് നമ്മൾ പറയാം. വായിക്കേണ്ടത് സാഹിത്യ കൃതിയായിട്ടായിരിക്കണം. ആ രീതിയിൽ ആസ്വദിക്കുക. വനവാസത്തിലുണ്ടായിരുന്ന കാലത്ത് രാമൻ അവർക്ക് കുടിലെ തെങ്ങിൽ മയക്കിടക്കുന്ന സമയത്ത് സീത മുന്നിൽ ഇറച്ചി ഉണങ്ങാനിട്ടിട്ട് കാവലിരിക്കുക. ഇറച്ചി ഉണക്കാനിട്ടിട്ട് കാവലിരിക്കുന്ന സമയത്ത് കാക്ക വരും. കാക്ക എന്ന് പറഞ്ഞ ഇന്ദ്രൻ വേഷമാരി വന്ന ആളാണ് കാക്ക. അപ്പൊ ഇന്ദ്രൻ വേഷമാരി വന്ന ഇന്ദ്രൻ ഈ ഇറച്ചി കൊത്താൻ വരുന്ന സമയത്ത് സീത കല്ലെടുത്ത് എറിയുന്നില്ല. അപ്പൊ സീത അതിനെ ആട്ടിവിടാൻ പോകുമ്പോ ഇന്ദ്രന്റെ ചെയ്യുന്നത് കാക്ക എന്തെന്ന് വെച്ചാൽ സീതയെ തിരിച്ച് ഒന്ന് ആക്രമിക്കുന്നു. അപ്പൊ കാക്ക സീതയുടെ മാറടകളോളം പോകും. അപ്പൊ കാക്കയുടെ നഖം പതിഞ്ഞ ഒരു അടയാളം സീതയുടെ മാറിടത്തിലുണ്ട്. അത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, നീ ഇത് പോയി അവിടെ പറയും. അപ്പോ സീതയ്ക്ക് ഈ സംശയമൊന്നും ഉണ്ടാവില്ല, രാമന്റെ ദൂരം തന്നെയാണുള്ള ഉറപ്പുവരും എന്നുള്ളൊരു രംഗം എന്നുള്ളത്. ഈ രംഗവും കൂടെ ഈ കോഡും കൂടെ മാച്ച് ആയതിനു ശേഷമാണ് സീത ഉറപ്പിക്കുന്നത് ഇത് ഒറിജിനൽ ഹനുമാൻ ഡ്യൂപ്ലിക്കേറ്റ് അല്ല, രാമന്റെ ദൂതനാണ്.